എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ വിഷു ഫലം 2026 വിഷു ഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മൂലം നക്ഷത്രത്തിൻ്റെ വിഷു ഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത്. മൂലം നക്ഷത്രത്തിന് കുറച്ച് ഉന്നമനവും എന്നാൽ കുറച്ച് മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. സ്ത്രീജനങ്ങൾക്കായിരുന്നാലും ശരി, പുരുഷന്മാർക്കായിരുന്നാലും ശരി. സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ച ലഭിക്കുന്നതാണ്. പ്രണയ സംബന്ധമായി പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു വർഷമായിരിക്കും ഈ 2026 വിഷു വർഷം. ബിസിനസ്സിൽ വളരെയധികം പുരോഗതിയുള്ള ഒരു വർഷമായിരിക്കും ഈ 2026 വിഷു വർഷം. വയർ സംബന്ധമായോ നട്ടെല്ല് സംബന്ധമായോ ത്വക്ക് സംബന്ധമായോ ഉള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതലായും സ്ത്രീജനങ്ങൾക്കാണ് സാധ്യത. പുരുഷന്മാരെ സംബന്ധിച്ച് അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ള മൂല നക്ഷത്രത്തിലുള്ളവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന പഠനങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുവാനും നല്ല അവസരങ്ങൾ വന്നു ചേരുവാനും നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും നല്ല ഗുരുനാഥന്മാരെ ലഭിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. വിവാഹത്തിന് മൂലം നക്ഷത്ര ജാതകർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ്. പുരുഷന്മാരായിരുന്നാലും ശരി, സ്ത്രീകളായിരുന്നാലും ശരി, പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട്. കൃഷി, ഭൂമി എന്നീ മേഖലകളിൽ നിന്നും മൂല നക്ഷത്രക്കാർക്ക് ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. ദോഷപരിഹാരാർത്ഥം മൂലം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമിയെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിയുടെ ശ്ലോകങ്ങൾ എല്ലാം നല്ല ഭക്തിയോടെ ജപിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഗണപതി ഭഗവാനെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാന് വേണ്ട വഴിപാടുകളൊക്കെ നടത്തി മുൻപോട്ട് പോവുക. അടുത്തതായി ഭദ്രകാളി ദേവിയെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. ഭദ്രകാളി ദേവി ദർശനം നടത്തുക. ദേവിക്ക് വേണ്ട വഴിപാടുകളെല്ലാം നടത്തുക. അങ്ങനെയെല്ലാം ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ മൂലം നക്ഷത്രത്തിന് വരാനിരിക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി, ദോഷങ്ങളും എല്ലാം മാറി നല്ല രീതിയിലുള്ള ഒരു വർഷമായി തീരാൻ സാധ്യതയുണ്ട്. എല്ലാ മൂല നക്ഷത്രക്കാർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.